ഹലോ കൂട്ടുകാരെ, 2ാം ക്ലാസ് മലയാളത്തിലെ 8ാമത്തെ യൂണിറ്റായ പച്ചിലത്തുമ്പിലൂടെ എന്ന യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു, ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു എന്ന അയ്യപ്പ പണിക്കരുടെ വരികളോടെയാണ് ഈ പാഠം ആരംഭിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് ഇത്. ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളതെന്ന് നോക്കൂ. തക്കാളിയുണ്ട്, വഴുതനങ്ങയുണ്ട്, മുളകുണ്ട്, പയറുണ്ട്, വേറെ 2 കുഞ്ഞു ചെടികൾ നിപ്പുണ്ട് അല്ലേ. നമുക്കിനി പാഠം നോക്കാം. മഴ പെയ്തു മണ്ണ് കുളിർത്തു, വെണ്ടവിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു. വിത്തുകൾ മുള പൊട്ടി, തളിരിലകൾ തലനീട്ടി, അവർ മുകളിലേക്ക് നോക്കി. ഹായ് നീലാകാശം, ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ, പലതരത്തിൽ പല വലിപ്പത്തിൽ. വെണ്ടയും മത്തനും പതിയെ വളർന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചെടികൾ ആരൊക്കെയായിരുന്നു? ഒരു വെണ്ടയും ഒരു മത്തനുമാണ് അല്ലേ. അപ്പം മഴ പെയ്ത് മണ്ണ് കുളിർത്തു. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മണ്ണിനൊക്കെ നല്ലൊരു തണുപ്പൊക്കെ കിട്ടുമല്ലേ. മണ്ണൊക്കെ ഒന്ന് ഇളകി മണ്ണൊക്കെ ഒന്ന് കുളിർത്ത് വന്നു. നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്ന വിത്തുകളൊക്കെ എന്ത് ചെയ്തു? മുളപൊട്ടി. ഏത് വിത്തുകളാ? വെണ്ട വിത്തും മത്തൻ വിത്തും. വെണ്ടയ്ക്കയുടെ വിത്തും മത്തങ്ങയുടെ വിത്തും ഇവിടെ കിടപ്പുണ്ടായിരുന്നു, മണ്ണിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് നനവൊക്കെ കിട്ടിയപ്പം വിത്തുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മുളപൊട്ടി, തളിരിലകളൊക്കെ പുറത്തേക്ക് വരാനായി തുടങ്ങി. അവരെന്ത് കണ്ടു? മുളപൊട്ടി വന്നപ്പോൾ മുകളിൽ നീലാകാശം കണ്ടു. ചുറ്റിനും ആരൊക്കെയാ ഉള്ളത്? പച്ചയുടുപ്പിട്ട ഒരുപാട് ചെടികളുണ്ട്. പലതരത്തിലും പല വലിപ്പത്തിലുമുള്ള ചെടികൾ തങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് നമ്മുടെ മത്തൻ ചെടിയും വെണ്ട ചെടിയും കണ്ടു. അങ്ങനെ അവർ രണ്ടുപേരും എന്ത് ചെയ്യാൻ തുടങ്ങി? പതിയെ വളരാനായി തുടങ്ങി. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയേ, വെണ്ടയ്ക്കൊക്കെ വലുതായല്ലേ. വെണ്ടച്ചെടി വലുതായി, അതുപോലെ മത്തൻ ചെടി എന്തായി? ഒരുപാട് വലുതായി അല്ലേ. വെണ്ടച്ചെടി മുട്ടിട്ട് തുടങ്ങി. മുട്ടുകൾ വിരിഞ്ഞു, മഞ്ഞ പൂക്കളായി, പൂക്കൾ കൊഴിഞ്ഞു, കായകൾ നീണ്ടു വന്നു. വെണ്ടച്ചെടി തല ഉയർത്തി നിവർന്നു നിന്നു. മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി. മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടു വന്നു. അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി. വെണ്ടച്ചെടിക്ക് സംശയമായി. ഹേയ്, നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ച് കയറുന്നത്? എന്തിനാ ഇങ്ങനെ മണ്ണിലിഴയുന്നത്? നിനക്ക് നിവർന്ന് നിന്നുകൂടെ? അപ്പോൾ വെണ്ടച്ചെടി എന്ത് ചെയ്തു? വളർന്നു വന്നു, മൊട്ടൊക്കെ വന്നു. വിരിഞ്ഞ് ഏത് നിറത്തിലുള്ള പൂക്കളാണ് വന്നത്? മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അല്ലേ. പൂക്കൾ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പൂക്കൾ കൊഴിഞ്ഞു പോയി. പൂക്കൾ കൊഴിഞ്ഞു പോയപ്പോൾ അവിടെ എന്ത് വളരാൻ തുടങ്ങി? വെണ്ടയ്ക്കകൾ നീണ്ട് മുകളിലേക്ക് വളരാനായിട്ട് തുടങ്ങി. വെണ്ടച്ചെടി തല ഉയർത്തി മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ മത്തൻ ചെടിയോ? അത് തല താഴ്ത്തി നിലത്ത് തറയിൽ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി മത്തൻ എന്തുണ്ട്? സ്പ്രിങ് പോലുള്ള നീണ്ട കൈകളുണ്ട് അല്ലേ. കണ്ടിട്ടുണ്ടോ ആ സ്പ്രിങ് പോലുള്ള കൈകൾ? നമ്മുടെ ചിത്രത്തിൽ കാണാം അല്ലേ. ആ സ്പ്രിങ് പോലുള്ള കൈകൾ വെച്ചിട്ട് നമ്മുടെ മത്തൻ എന്തോ ചെയ്തു? വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റിക്കൊണ്ട് മുകളിലോട്ട് കയറാൻ നോക്കി. അപ്പോൾ വെണ്ടച്ചെടിക്ക് സംശയം തോന്നി. ഞാനിവിടെ തന്നെ നേരെ നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ എൻ്റെ തണ്ടിൽ പിടിച്ച് കയറുന്നേ എന്തിനാ? നീ എന്തിനാ ഇങ്ങനെ മണ്ണിൽ കിടന്ന് എഴയുന്നത്? നിനക്കും എന്നെ പോലെ നിവർന്ന് നിന്നൂടെ എന്ന് ആര് ചോദിച്ചു? വെണ്ടച്ചെടി മത്തൻ ചെടിയോട് ചോദിച്ചു. നിങ്ങൾ വെണ്ടച്ചെടിയും മത്തച്ചെടിയൊക്കെ കണ്ടിട്ടുണ്ടോ? അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് വീട്ടിൽ വെണ്ടച്ചെടിയും മത്തൻ ചെടിയൊക്കെ വളർത്തണം കേട്ടോ. അപ്പോൾ ഇനി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. എനിക്ക് സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയില്ല, മത്തൻ വള്ളി പുഞ്ചിരിച്ചു. ഞാൻ സഹായിക്കാം, കറിവേപ്പ് പറഞ്ഞു. അപ്പോൾ വെണ്ടച്ചെടി ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ എൻ്റെ ദേഹത്ത് പിടിച്ച് കയറുന്നേ എന്ന് ചോദിച്ചപ്പം മത്തൻ ചെടി എന്താ പറഞ്ഞത്? എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിവർന്നു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്തൻ ചെടി എന്ത് ചെയ്തു? പുഞ്ചിരിച്ചു. ഇത് കേട്ടിട്ട് കറിവേപ്പില എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ആര് പറഞ്ഞു? കറിവേപ്പ് പറഞ്ഞു. മത്തൻ വള്ളി കറിവേപ്പിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറി. വെണ്ടച്ചെങ്ങാതി നോക്ക്, ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി. വെണ്ടച്ചെടിക്ക് സന്തോഷമായി. അപ്പോൾ മത്തൻവള്ളി എന്താ ചെയ്തത്? കറിവേപ്പ് സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കറിവേപ്പിലേക്ക് എന്ത് ചെയ്തു? പടർന്നു കയറി. എന്നിട്ട് തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള വെണ്ടയോട് എന്ത് പറഞ്ഞു? വെണ്ടച്ചെങ്ങാതി നീ നോക്ക്, ഞാനും എന്തായി? നിനക്കൊപ്പം ഉയരത്തിൽ ഞാനും വന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വെണ്ടച്ചെടിക്ക് വളരെയധികം സന്തോഷം തോന്നി. വെണ്ടച്ചെടി എന്താ പറയുന്നേ നോക്ക്. എനിക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുമല്ലോ, വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ? മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി. ഇപ്പോൾ കാണിച്ചു തരാം. വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ 4 പാടം ചിതറി. ആഹാ, കൊള്ളാമല്ലോ സൂത്രം. മത്തന് അത്ഭുതമായി. അപ്പോൾ ഇനി വെണ്ടച്ചെടി അടുത്തതായിട്ട് എന്താ മത്തനോട് പറയുന്നത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുമല്ലോ. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വിത്ത് ദൂരേക്ക് വിതറാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു? വെണ്ടച്ചെടി പറഞ്ഞു. അപ്പോൾ മത്തൻവള്ളി ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് വിതറാൻ കഴിയുന്നത്? അപ്പോൾ വെണ്ടച്ചെടി എന്ത് പറഞ്ഞു? ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദാണ്ട് നോക്കിയേ, വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ എന്ത് ചെയ്തു? പൊട്ടിത്തെറിപ്പിച്ചിട്ട് ആ വിത്തുകൾ എന്ത് ചെയ്തു? 4 പാടേക്കും ചിതറുന്നത് മത്തൻ വള്ളിക്ക് കാണിച്ചു കൊടുത്തു. ഇത് മത്തൻ വള്ളിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. മത്തൻ വള്ളി എന്താ പറഞ്ഞത്? കൊള്ളാമല്ലോ സൂത്രം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അത്ഭുതത്തോടു കൂടി മത്തൻ വള്ളി എന്ത് ചെയ്തു? ഈ കാഴ്ച നോക്കിക്കൊണ്ട് നിന്നു.
അപ്പോൾ ഈ ചിത്രത്തിൽ വേറൊരാൾ കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ? ആരാ വരുന്നത്? ഒരു അപ്പൂപ്പൻ താടിയാണല്ലേ അവിടെ നിന്ന് പറന്നു വരുന്നത്. ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻ വള്ളിയിലിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? മത്തൻ വള്ളി ചോദിച്ചു. അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ദൂരേക്ക് പറന്നുപോയി. അപ്പം നിങ്ങൾ അപ്പൂപ്പൻ താടി കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ കാറ്റടിക്കുമ്പോൾ കാറ്റിനനുസരിച്ച് പറന്നു വരും അല്ലേ? കൂടുതലും ചൂടുള്ള സമയത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാഴ്ച കണ്ട് വന്ന അപ്പൂപ്പൻ താടി എന്ത് ചെയ്തു? പറന്ന് വന്ന് മത്തൻ വള്ളിയിലിരുന്നു. അപ്പോൾ മത്തൻ വള്ളി ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തി? കാരണം ഇവരൊക്കെ വളർന്ന് അവിടെ പടർന്ന് പന്തലിച്ചൊക്കെയാണല്ലേ അവിടേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ അപ്പൂപ്പൻ താടി ഇത് എവിടുന്ന് വന്നു എന്ന് മത്തൻ വള്ളിക്ക് അത്ഭുതമായി. അപ്പോൾ മത്തൻ വള്ളിയുടെ ചെവിയിൽ ഈ അപ്പൂപ്പൻ താടി എന്തോ ഒരു സ്വകാര്യം പറഞ്ഞിട്ട് ദൂരേക്ക് പറന്നുപോയി. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞത്? എനിക്കെൻ്റെ വിത്തും കൊണ്ട് പറന്നു പോകാൻ പറ്റും. ഞാൻ നല്ലൊരു സ്ഥലം നോക്കി എൻ്റെ വിത്ത് വിതയ്ക്കാൻ പോവുകയാണ്. ഇനി അടുത്ത എന്താണ്? വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്തായിരുന്നു വെണ്ടച്ചെടി കാണിച്ച സൂത്രം? ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിച്ച് വിത്തുകൾ ചുറ്റുപാടും വിതറുന്നതാണ് വെണ്ടച്ചെടി കാണിച്ച സൂത്രം. കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രമാക്കുക. അപ്പോൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾ ചിത്രം വരയ്ക്കണം. ഇനി ശ്രീബുദ്ധൻ എന്താ പറഞ്ഞത് നോക്കിയേ? മരങ്ങളും വള്ളികളും മൃഗങ്ങളുമൊക്കെയാണ് മനുഷ്യൻ്റെ ഉറ്റ ബന്ധുക്കൾ. ശ്രീബുദ്ധൻ്റെ ചിത്രമാണ് അവിടെ സമീപത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ശ്രീബുദ്ധൻ എന്താ പറഞ്ഞത്? മനുഷ്യരുടെ ഉറ്റ ബന്ധുക്കൾ ആരൊക്കെയാണ്? മരങ്ങളും വള്ളികളും മൃഗങ്ങളുമൊക്കെയാണ് മനുഷ്യൻ്റെ ഉറ്റ ബന്ധുക്കൾ എന്നാണ് ആര് പറഞ്ഞത്? ശ്രീബുദ്ധൻ പറഞ്ഞത്. ഇലയും കറിയും. എത്ര ഇലക്കറിയറിയാം പറയുക ഏതില നിങ്ങൾ കറിവയ്ക്കും? മത്തനിലക്കറിയറിയാം ഞങ്ങൾ കുമ്പളയിലയും കറിവയ്ക്കും. ചുവന്ന ചീര പച്ചച്ചീര മുള്ളൻ ചീര കറിയറിയാം. പയറിലയറിയാം ചേമ്പിലയറിയാം മുരിങ്ങയിലയും കറിവയ്ക്കും. താളും തകരയും അറിയാം പിന്നെ തഴുതാമക്കറി അറിയാമേ. പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും മല്ലിയില. എത്ര ഇലക്കറിയറിയാം പറയുക ഏതില നിങ്ങൾ കറിവയ്ക്കും? ഇവിടെ ഏതൊക്കെ ഇലക്കറികളെ പറ്റി പറയുന്നുണ്ട്? മത്തനിലക്കറിയെ പറ്റി പറയുന്നുണ്ട്, കുമ്പളയിലക്കറിയെ പറ്റി പറയുന്നുണ്ട്, ചുവന്ന ചീരയും പച്ചച്ചീരയും മുള്ളൻ ചീരയും പറയുന്നുണ്ട്, പയറില പറയുന്നുണ്ട്, ചേമ്പില പറയുന്നുണ്ട്, പിന്നെന്താ പറയുന്നത്? മുരിങ്ങയില പറയുന്നുണ്ട്, താളും തകരയും തഴുതാമയും പറയുന്നുണ്ട് അല്ലേ? പിന്നെന്താ നമ്മൾ സുഗന്ധത്തിനൊക്കെ വേണ്ടി ചേർക്കുന്നത്? പുതിനയിലയും കറിവേപ്പിലയും മല്ലിയിലയും നമ്മൾ കറിയിൽ ചേർക്കാറുണ്ട്. അത് സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പക്ഷെ അത് മാത്രം വെച്ച് കറികളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. ആ ഒരു സുഗന്ധത്തിനും രുചിക്കും വേണ്ടിയൊക്കെ ചേർക്കാറുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. ഭക്ഷണമായി ഉപയോഗിക്കാറുള്ള ഇലകൾ ഏതെല്ലാം എഴുതി നോക്കൂ. ഏതൊക്കെയാണ് ഭക്ഷണമായിട്ട് ഇവിടെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? മത്തൻ, കുമ്പളയില, ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻ ചീര, പയറില, ചേമ്പില, മുരിങ്ങയില, താള്, തകര, തഴുതാമ. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പ് എഴുതാം. അപ്പോൾ അച്ഛനോടോ അമ്മയോടോ ചോദിച്ച് പാചകക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കണം. ഇലകളെ നിരീക്ഷിക്കാം. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ ഏതൊക്കെയാണ്? ചെറിയ ഇലകൾ ഏതൊക്കെയാണ്? ചുറ്റുപാടും നിരീക്ഷിച്ച് കണ്ടെത്താം, പട്ടികപ്പെടുത്താം. അപ്പോൾ നിരീക്ഷിച്ച് കണ്ടെത്തി പട്ടികപ്പെടുത്തണം കേട്ടോ. അടുത്തതായിട്ട് എന്താണ്? ഋഷിതയുടെ ഡയറി. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് കുപ്പിയിലെ വെള്ളത്തിൽ ഞാനൊരു ചെടി വെച്ചിരുന്നു. അതിൽ കുഞ്ഞു വേരുകൾ വരാൻ തുടങ്ങിയത് ഇന്നാണ്. ഞാൻ അതിലേക്ക് കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഋഷിതയുടെ ഡയറിയിൽ എന്താ പറയുന്നത്? ഋഷിതയ്ക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. കാരണം എന്താണ്? വെള്ളത്തിലെ കുപ്പിയിൽ ഋഷിത എന്ത് ചെയ്തിരുന്നു? കുറച്ച് ദിവസം മുൻപ് ഒരു ചെടി വെച്ചിരുന്നു. ആ ചെടിക്ക് ഇന്ന് എന്ത് വന്നു? കുറേ വേരുകൾ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഋഷിതയ്ക്ക് വളരെയധികം സന്തോഷമായത്. ഋഷിതയുടെ ഡയറി വായിച്ചല്ലോ. മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങളുണ്ടോ? അന്വേഷിച്ചറിയാം, കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം. അപ്പോൾ മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കണം കേട്ടോ. നമ്മുടെ മണി പ്ലാന്റ് പോലെയുള്ള പല ചെടികളും മണ്ണില്ലാതെ വളരുന്നവയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. ഇനി നോക്കൂ, രൂപങ്ങൾ നിർമ്മിക്കാം. ഇലകൾ ഒട്ടിച്ച് ചേർത്ത് രൂപങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? ഇലകൾ ചേർത്ത് നിങ്ങളും ഇതുപോലുള്ള രൂപങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അടുത്തത് എന്താണ്? തെങ്ങ്. ഞാൻ തെങ്ങ്, ഒറ്റത്തടി വൃക്ഷം, എനിക്ക് ചില്ലകളില്ല. അപ്പോൾ തെങ്ങിൻ്റെ ബാക്കി എന്തെങ്കിലും പ്രത്യേകതകൾ ഇവിടെ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ എഴുതാം? എനിക്ക് ഓലകളുണ്ട്. എൻ്റെ ഫലത്തിന് ഓരോ പ്രായത്തിലും ഓരോ പേരാണ്. വെള്ളയ്ക്ക, കരിക്ക്, തേങ്ങ എന്നിങ്ങനെ പല പേരുകളുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയും എന്നെ കാണാം. കേരവൃക്ഷമെന്നും എനിക്ക് പേരുണ്ട്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തെക്കുറിച്ച് എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും എഴുതി നോക്കണേ. അടുത്തത് നോക്കൂ. ആരാണ്?
തോട്ടുവക്കിൽ തൊടിയിൽ ഇടവഴിയിലും ഇലവിരിക്കും പൂത്തു പുഞ്ചിരിക്കും മുള്ളുള്ള കൂട്ടരാണെങ്കിലും ഞങ്ങളെ തൊട്ടു നോക്കല്ലേ പിണങ്ങി നിൽക്കും. ആരെ പറ്റിയാ പറയുന്നേ? തോട്ടുവക്കിലും തൊടിയിലും ഇടവഴിയിലും ഒക്കെ എന്താണ് പൂത്ത് പുഞ്ചിരിച്ച് നിൽക്കുന്ന കൂട്ടരാണ്. പക്ഷെ എന്താണ്? തൊട്ടു നോക്കരുത്. മുള്ളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെ തൊട്ടു നോക്കരുത്, ഞങ്ങൾ എന്ത് ചെയ്യും? പിണങ്ങി നിൽക്കും എന്നാണ് പറയുന്നത്. ആരെ പറ്റിയാ പറയുന്നത്? തൊട്ടാവാടിയെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അടുത്തത് നോക്കൂ. ഊന്നിക്കയറാൻ ഊന്നല് വേണം, പടർന്നു വളരാൻ പന്തല് വേണം, വിരലുകൾ പോലില പൂക്കൾ മഞ്ഞ, തോരണമായി തൂക്കിയ കായകൾ, കായിൽ മുള്ള് രുചിയിൽ കയ്പ്, കറിയിൽ ഗുണമിവൻ ആരാവാം. ആരെ പറ്റിയാ പറയുന്നത്? പാവയ്ക്കയെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അടുത്തത് നോക്കൂ. പൂവിൽ നിന്നും കായ വിരിഞ്ഞാൽ കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കി താഴോട്ടെത്താൻ വലിച്ചു നീട്ടും പന്തലിൽ വളരും ഞാനാര്. ആരെ പറ്റി ഇവിടെ പറയുന്നത്? പടവലങ്ങയെ പറ്റിയാണ് പറയുന്നത് അല്ലേ? പടവലങ്ങ പിടിച്ച് വന്നു കഴിയുമ്പോൾ ആ പടവലങ്ങയുടെ തുമ്പിൽ എന്ത് ചെയ്യും? ഒരു കല്ലിങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുക, നീളത്തിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പടവലങ്ങയെ പറ്റിയാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പാടി രസിക്കാം എന്ന പേരിൽ ഒരു കവിത തന്നിട്ടുണ്ട്. മരം എന്നാണ് കവിതയുടെ പേര്. സുഗതകുമാരി എഴുതിയ കവിതയാണ് തന്നിരിക്കുന്നത്. കാട്ടിലെ കിളികൾക്കും മരം വേണം, നാട്ടിലെ മനുഷ്യർക്കും മരം വേണം, പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന വൃദ്ധനും മരം വേണം, ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം, കുടിക്കുവാൻ ജലമായി മരം വേണം, വിശപ്പിന് പഴമായി മരം വേണം, എരിയുവാൻ വിറകായി മരം വേണം, മിന്നിൻ്റെ മഴയായി മരം വേണം, മണ്ണിൻ്റെ ഉയിരായി മരം വേണം, കണ്ണിന് കുളിരായി മരം വേണം, ഞങ്ങൾക്ക് തുണയായി മരം വേണം, വെട്ടല്ലേ വെട്ടല്ലേ വലിയോരെ, വിറ്റു കാശാക്കല്ലേ പെരിയോരെ, കാടിതു ഞങ്ങൾക്ക് വീടാണേ, വീടു മുടിക്കല്ലേ ഉടയോരെ. നിങ്ങൾക്കിഷ്ടപ്പെട്ട താളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടുകാരോടൊപ്പം ചേർന്ന് കവിത പാടി നോക്കുക കേട്ടോ. നമ്മുടെ ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.